സഹോദരങ്ങളെ, ദൈവവചനങ്ങളുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനായി, അള്ളാഹുവിൻ്റെ സാമ്രാജ്യം ഇഹലോകത്തും സ്ഥാപിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള മുജാഹിദുകൾ സ്വന്തം ചോര ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനായിട്ടാണ് ദൈവം സ്വന്തം സന്തതികളായ നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അവിശ്വാസികൾക്കും പാപപങ്കിലമായ പ്രമാണങ്ങൾക്കുമെതിരെ ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ യുദ്ധത്തിൽ ഇന്ത്യയിലെ മുജാഹിദുകളും പങ്കാളികളായിരിക്കുകയാണ്. ജിഹാദിന്റെ അന്തിമ വിജയത്തിനായി നമ്മൾ ഓരോരുത്തരും സ്വന്തം ജീവിതം ബലിദാനം ചെയ്യുമെന്ന് സ്വയം പ്രഖ്യാപിക്കുക. നിങ്ങളുടെ രക്തസാക്ഷിത്വം വെറുതെ ആവില്ലെന്ന് ഞങ്ങളിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ലോകത്തൊരവിശ്വാസെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം നാം യുദ്ധം തുടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട പോരാളികളെ, അള്ളാഹുവിന്റെ ചാവേറുകളായ നിങ്ങൾക്കിതാ അത്താഴം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വിവാഹ സമ്മാനമാണ്. ഭൂമിയിൽ സ്വർഗം തേടിയ പുത്രന് ദൈവം തരുന്ന സമ്മാനം. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു ആസിഫ്. സംശയത്തിന്റെ ശമ്പളം മരണമാണെന്ന് നീ അറിയണം. അമീർ ഷേഖ് APFന്റെ സ്പോക്സ്മാൻ, മലയാളി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ അങ്ങേരുമായി ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തിയത്. അവരുടെ ജിഹ്വയായ അൽ ജിഹാദ് TV വഴി നടത്തിയ ഒരു ശ്രമം. അവിടെ നമ്മുടെ ഒരാളുണ്ട്, ഒരു വിരുദ്ധൻ. രണ്ടും കൽപ്പിച്ച് നടക്കുക അവൻ. അവിടെ നിന്നൊരു വ്യാജ സന്ദേശം പോയി. പിന്നെ APFുമായി അവിശുദ്ധ ബന്ധമുള്ള ഭരണതലത്തിൽപ്പെട്ട ചിലരുടെ ശുപാർശകൾ. എങ്ങനെയുണ്ട്? എന്താ ഒരു ചന്തം. ടിപ്പിക്കൽ ബ്യൂട്ടി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹലോ മാൻ, നീ എന്നൊരു സോ കോൾ ലജ്ജാവതി ആക്കല്ലേ കുട്ട. ഈ മിഷനാ എന്റെ കരിയറിന്റെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. നീ എന്തിനാ പേടിക്കുന്നേ? നീ പറയാറുള്ള പോലെ എനിക്കും വേണ്ട ഒരു വീരന്റെ ജന്മം. ഓ, സർപ്രൈസിങ്. നിന്റെ ബാക്കിംഗ് എന്റെ ബലം. ഓക്കെ, ബൈ. മനസ്സിലായി. ദാറ്റ് ബഡാ ജേർണലിസ്റ്റ് ഫ്രം ന്യൂ ഡൽഹി. യെസ്, മൈ ഓൺ. ടെററിസ്റ്റുകളുടെ ഒരു പ്രോപ്പഗാൻഡിസ്റ്റ് സാധനമായിരിക്കും എന്ന് കരുതിയാ അവര് റെക്കമെൻഡ് ചെയ്ത്. പ്രോഗ്രാം വന്നു കഴിയുമ്പോ അറിയാം എന്റെ വിധി. ചിരിക്കണ്ട. പണി കിട്ടുമ്പോ അതെനിക്ക് മാത്രമായിട്ടായിരിക്കില്ല എന്ന് കരുതിക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. തുടങ്ങിക്കൊള്ളൂ. സർ, ഈ കഴിഞ്ഞ സ്ഫോടനം. വേണ്ട, ചോദ്യങ്ങൾ വേണ്ട, ഞാൻ പറയാം. എടുത്തുകൊള്ളൂ. ഹലോ. ഇവിടെ ഫോൺ ചെയ്യാൻ പറ്റില്ല. ദിലാൽ, നമ്മുടെ മതമാണ്
ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ മതം. ദൈവത്തിങ്കൽ നിന്നും വിശുദ്ധ പ്രവാചകന്മാർക്ക് നേരിട്ട് ലഭിച്ചിട്ടുള്ള വചനങ്ങളെ ആശ്രയിച്ചാണ് അവ നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകളായി ഉണ്ടായിട്ടുള്ള എണ്ണമറ്റ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മളുടെ വിശുദ്ധ മതം ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം ഒരു യുദ്ധമുന്നണിയിലാണ്, നമ്മളുടെ എല്ലാ സഹോദരന്മാർക്കും വേണ്ടി. പക്ഷേ മതതത്വങ്ങൾ നിരസിക്കുന്ന കാഫിറുകൾക്ക് തീർച്ചയായും ഇതൊരു മുന്നറിയിപ്പ്. സ്ത്രീ, കുടുംബം, വിവാഹം, ലൈംഗികത തുടങ്ങിയവയ്ക്കുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ ലോകമിന്ന് അവിശ്വാസികളെ കൊണ്ട് നിറയുകയാണ്. വിശുദ്ധ വചനങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഇത്തരക്കാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുവാൻ ഞാൻ എൻ്റെ സഹോദരന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് ദൈവഹിതമാണ്, അലംഘനീയമായ ദൈവഹിതം. ഞാൻ വിളിക്കാം. ഫോൺ. സമർത്ഥരാണ് നിങ്ങൾ. പക്ഷെ പെണ്ണിന് ഇത്ര സാമർത്ഥ്യം അനുവദിക്കപ്പെട്ടിട്ടില്ല. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇത് ചെയ്യുമെന്ന്. നല്ലൊരു ഫോണായിരുന്നു. എന്നാലും പോട്ടെ, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. നീ ഒരു പ്രതിഭാസം തന്നെ മോളെ. ഞാൻ പോലും അറിഞ്ഞില്ല നീ ഇങ്ങനൊരു മൈക്രോ ക്യാമറ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യം. പത്രപ്രവർത്തനല്ലേ മോളെ തൊഴില്. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്ന് വെച്ചോ. ഇങ്ങനെയൊക്കെ വരാനുള്ള ചില പോസിബിലിറ്റീസ്. അതുകൊണ്ട് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒന്ന് തന്നെ കരുതി. ഒരുപാട് ദൂരം കവർ ചെയ്യൂ ഇത്. ഇതിൽ ഇനി എന്തൊക്കെ പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം, കണ്ടതും കാണാത്തതുമായിട്ട്. ഒരു മിനിറ്റ്. ഹലോ, മറന്നിട്ടില്ലുമ്മ. ദാ ഞാനിപ്പം എത്താം. ഒരു 5 മിനിറ്റ്. ശരി ശരി. ഉമ്മയ്ക്കേ ഇന്നൊരു കസിൻ്റെ വീട്ടിൽ പോണം. നേരത്തെ ചെല്ലാന്ന് ഞാൻ ഏറ്റിരുന്നതാ, വീട്ടുകാവലിന്. നിന്റെ പണി നടക്കട്ടെ. എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് പ്രോഗ്രാമായി കണ്ടോളാം ഞാൻ. ഓക്കെ ഓക്കെ, ബൈ. ബൈ. ജാവേദ്, ബിലാൽ ജിരി, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിലെ അധികായം, മനുഷ്യസ്നേഹിയായ ബിസിനസ്സുകാരൻ എന്ന ഖ്യാതി. ഒടുവിൽ ഇന്ത്യയിലെ അവിശ്വാസികളുടെ സർക്കാർ പത്മശ്രീ ബഹുമതി വരെ നൽകി ആദരിച്ചു. നമ്മുടെ സഖ്യം തുടങ്ങിയത് മുതൽ ഇതുവരെ എണ്ണമറ്റ കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തി. മുക്കാലും ജിഹാദിന്റെ വഴിയിലൂടെ തന്നെ. അതിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൊട്ട് ആയുധ കച്ചവടം വരെ എത്രയെത്ര വഴികൾ. പക്ഷേ ഒരിക്കലും നെറുകേട് കാണിച്ചിട്ടില്ല ബിലാൽ. ഞാൻ എപ്പോഴും മുജാഹിദുകൾക്ക് പ്രത്യുപകാരം ചെയ്തു. പണം കൊണ്ട് മാത്രമല്ല, മറ്റെല്ലാ വിധത്തിലും. പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ വളർന്നത്. അറിയാമല്ലോ ബിലാൽ,
നിങ്ങളുടെ ഈ തലച്ചോറായ ഇന്ത്യൻ ജിഹാദിന്റെ മുതൽക്കൂട്ട്. ഇന്ത്യയിൽ നടന്ന എത്രയോ സ്ഫോടനങ്ങൾക്ക് പുറകിൽ നിങ്ങളുടെ കൂർമ്മബുദ്ധിയുണ്ട്. ഒടുവിൽ തിരുവനന്തപുരം സ്ഫോടനം വരെ. നമുക്ക് ആയുധങ്ങളുടെ ശക്തി മാത്രം പോരാ, ബുദ്ധിയുടെ പിൻബലവും വേണം. ഇന്ത്യയുടെ അസ്ഥിവാരം വിളക്കാൻ ശക്തിയുള്ള പദ്ധതികളിൽ ഒന്നിന്റെ മാസ്റ്റർ പ്ലാനാണ് താങ്കൾ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത്. നമ്മുടെ ഗ്ലോബൽ സെന്റർ തയ്യാറാക്കിയ പ്ലാൻ പ്രായോഗികമാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഒരു ലോങ് ടൈം പ്ലാൻ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യൻ സാമ്രാജ്യം തകർന്നടിയണം. തമ്മിലടിച്ചും പരസ്പരം കൊന്നും കൊല്ലിച്ചും ഇന്ത്യ ചിതറി തെറിക്കണം. ഒരു 100 കഷ്ണങ്ങളായി എഴുതി വെച്ചോളൂ ഇത്. കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒക്കെ പെട്ടെന്നങ്ങ്. നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. പെട്ടെന്ന് ഞാനങ്ങ് ഒറ്റയായ പോലെ, നനച്ചിരിക്കാതെ ജീവിതം അവസാനിച്ച പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഞാനിനി എങ്ങനെ അവരോട് സംസാരിക്കും? ദിയ, പഴയതോരോന്നും റീകളക്ട് ചെയ്ത് നോക്കുവാൻ ഞാൻ. ഓരോ സംഭവവും അന്നതൊക്കെ വളരെ കാഷ്വലായി തോന്നി എനിക്ക്. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക്. കഴിഞ്ഞ ദിവസം ഇക്ക എന്നെ തല്ലാൻ വന്നതിൻ്റെ വരെ. പക്ഷെ ജാവേദ്. ദിയ, ഒക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കാം നമുക്ക്. വേണ്ട, എനിക്ക് വേണ്ടി നീ ഈ പ്രോഗ്രാം ഉപേക്ഷിക്കണ്ട. എനിക്കറിയില്ലേ നിന്നെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചുമൊക്കെ ഒരുപാട് വാചാലയാകാറില്ല നീ. സ്വസ്ഥത കിട്ടില്ല നിനക്കൊരിക്കലും. ജീവിതകാലം മുഴുവൻ ഈ പാപഭാരവും പേറി നടക്കേണ്ടി വരും നിനക്ക്. ദിയ, ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതാ. എനിക്കായിട്ട് ഇതൊന്നും തിരുത്താൻ കഴിയില്ല. ഇക്കയോടും ബാപ്പയോടും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പുറത്തു വരും. അത്രയും കാലം ഈ രഹസ്യവും താങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക്. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ഒക്കെ തകർന്ന് തരിപ്പണായിക്കോട്ടെ, എനിക്ക് പറ്റില്ല ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ. നീ ഇത് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാരും കാണട്ടെ ഇതൊക്കെ. പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല, സഹിച്ചോളാം ഞാൻ. ഏയ് ദിയ, ഇത്രയും സ്നേഹമുണ്ടല്ലോ നിനക്ക് എന്നോട്, അത് മതി. അതന്നെ. എന്താ ദിയ? എന്തു പറ്റി? ദിയ, കണ്ണിലെന്തോ കരട്. എവിടെ നോക്കട്ടെ. പോയോ? ഇക്ക, ഇത് ജാവേദ്. എന്റെ കോളേജില് ന്യൂറോളജിയിൽ MD ചെയ്യുന്നു. ആഹാ. ജാവേദ് ഇതെന്റെ ബ്രദറാ. ഹലോ. ഹലോ, കണ്ടതിൽ സന്തോഷം. ഇങ്ങോട്ടിരിക്കാം. പ്ലീസ് ഹാവ് ഇറ്റ്. ജാവേദ് മുഹമ്മദ്, the great freedom fighter
മുഹമ്മദ് ഹുസൈൻ മഹമൂദിന്റെ പുത്രനും മതപണ്ഡിതനുമായ മാലിക് മുഹമ്മദിന്റെ മകൻ. ഇങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ, ഒരു പ്രേമത്തിന്റെ കോള് വല്ലതും ഉണ്ടോ? സത്യം പറയല്ല നീ, നിനക്ക് അയാൾ നല്ലതുപോലെ ചേരുന്നുണ്ട്. എ പെർഫെക്റ്റ് ജോഡി. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്താ? ജീവിതത്തിൽ എനിക്ക് ഇനിയൊന്നും പ്രതീക്ഷിക്കാൻ ബാക്കിയില്ല ജാവേദ്. എൻ്റെ ബാപ്പയ്ക്കയും തീവ്രവാദികളുടെ ബുദ്ധി കേന്ദ്രമാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ മരിച്ചു. ഞാനിതൊക്കെ എവിടുന്ന് അറിഞ്ഞു എന്ന് മാത്രം നീ എന്നോട് ചോദിക്കരുത്. നിന്നെ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അവരോട് ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പോലും എനിക്കാവില്ല. എനിക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ തിരിച്ചു വരണം. നരകത്തിലേക്കാണ് ജാവേദ് നിന്റെ ഈ യാത്ര. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്. എൻ്റെ വഴിയെക്കുറിച്ച് എനിക്ക് സംശയങ്ങളില്ല. അങ്ങേറ്റം കൺവിൻസ്ഡാണ് ഞാൻ ആ കാര്യത്തിൽ. സത്യത്തിൽ നിന്നോടാണ് ഞാൻ ഇതിനൊക്കെ നന്ദി പറയേണ്ടത്. നീയാണ് എനിക്ക് വഴി തുറന്നു തന്നത്. നിന്റെ ബാപ്പയും ഇക്കയും കാണും വരെ ഞാനൊരു അന്ധനായിരുന്നു. പരമകാരുണ്യനായ ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വയ്ക്കാൻ പ്രേരിപ്പിച്ചത് അവരാണ്. അങ്ങനെ എൻ്റെ അജ്ഞത നീ. ലോകമെമ്പാടും ചൊരിയപ്പെടുന്ന മുസൽമാരുടെ ചോര ഞാൻ കണ്ടു. അവിശ്വാസികളുടെ പടയോട്ടങ്ങൾ, അലംഘനീയമായ 2 പാഠങ്ങൾ ഞാൻ പഠിച്ചു. സ്വയം സംശയിക്കാതിരിക്കുക, ദൈവവചനങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. നിർത്തു ജാവേദ്. നാണമാവുന്നില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? വെറുപ്പല്ല, സ്നേഹമാണ് മതത്തിന്റെ സന്ദേശം. ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നീ എന്നെക്കാൾ എത്രയോ ഉയരത്തിലാണ്. എന്നിട്ട് നീ നരഭോജികളുടെ ചിന്തകളിൽ വീണല്ലോ. വല്ലാത്തൊരു ഡീജനറേഷൻ തന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജാവേദ്, അവർ നിന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു. ഇക്കയും ബാപ്പയും എന്നെ കരുവാക്കിക്കൊണ്ട്. പിന്നെ പിന്നെ നീ അവരുടെ കൂട്ടത്തിൽ ഒരാളായി. ഇപ്പോ ഒരു കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ പ്രതീക്ഷകൾ തെറ്റായിരുന്നുവെന്ന്. നിന്നെ ഒരിക്കലും എനിക്ക് തിരുത്താനാവില്ലെന്ന്. നീ ഒന്നും മറക്കണ്ട ജാവേദ്. ഒരു വലിയ ദുരന്തം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ പോകുന്നു. നീ തീവ്രവാദത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാതെ ഇനി നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ല. സത്യം. ഒരപേക്ഷ, നീ ഇതൊന്നും ആരോടും പറയരുത്. നിന്റെ ഈ പുതിയ അറിവ് നീ ഇതൊക്കെ അറിഞ്ഞെന്ന് മറ്റാരും അറിയാതെയും ഇരിക്കട്ടെ. നിന്റെ ബാപ്പയും മിക്കയും പോലും. ആയുധങ്ങളുമായി ഇന്ന് രാത്രി നമ്മുടെ ഒരു വാഹനം ചുരം കടക്കുമെന്ന് പോലീസുകാരെങ്ങനെ അറിഞ്ഞു? പോലീസിൽ നമ്മുടെ ഇൻഫോമേഴ്സ് ഇല്ലായിരുന്നെങ്കിലോ? ഒറ്റുകാരന്റെ വിധി എന്താണെന്ന് അറിയാമോ നിനക്ക്? നീ നിരപരാധിയാണെന്നുള്ള നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. ജിഹാദിന്റെ വിജയത്തിനായി നീ ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഓർത്ത്, നീ ഒഴുക്കിയ ചോരപ്പുഴകളെയും കൊന്നൊടുക്കിയ അവിശ്വാസികളുടെ വൃത്തികെട്ട മുഖങ്ങളെയും ഓർത്ത് ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ നിനക്ക് മാപ്പ് തരുന്നു. ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം. എന്റെ സഹോദരന്മാരെ, നമ്മൾ നടത്തിയ സ്ഫോടനത്തിന് ഉത്തരവാദികളായവർ ഉടൻ പിടിക്കപ്പെടുമെന്നാണ് അവിശ്വാസികളുടെ സർക്കാർ പറയുന്നത്. ആസിം ഭായ്, നമ്മൾ കരുതിയിരിക്കണം. ജിഹാദിനായി ആത്മസമർപ്പണം ചെയ്യണം. ശത്രുക്കളോട് പകയും വിദ്വേഷവും ഉള്ളിൽ നിറയ്ക്കണം. ശത്രുക്കളുടെ വെടിയുണ്ടകളേറ്റ് ചത്ത് മണ്ണടിയുന്നതിന് പകരം ദൈവത്തിന്റെ ചാവേറുകളാകാൻ തയ്യാറെടുക്കണം. അല്ലാഹുവിന്റെ സാമ്രാജ്യത്തിൽ നമ്മൾ അമരന്മാരാകും. ജയ് ജിഹാദ്!